ഹായ് ഫ്രണ്ട്സ്, പവിത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാധയുടെ അച്ഛനെ രാധയുടെ വീട്ടിൽ കൊണ്ടാക്കി വിക്രം പോകുമ്പോൾ രാധ പിറകെ ചെല്ലാണ്. വിക്രമേട്ടാ, എന്താ, ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കുന്നത് അധിക പ്രസംഗമാണോന്ന് എനിക്കറിയില്ല, എനിക്ക് ചോദിക്കാതിരിക്കാൻ പറ്റുന്നില്ല. വിക്രമേട്ട ആഗ്രഹിച്ചിട്ടല്ലോ വേദയുടെ കഴുത്തിൽ മിന്നു ചാർത്തിയത്. എന്നിട്ട് അവൾ വീട്ടിൽ വന്ന് നിൽക്കുന്നില്ലേ? അതുപോലെ ഒരധികാരവും ഞാൻ സ്ഥാപിക്കില്ല വിക്രമേട്ട. എന്റെ കഴുത്തിൽ ഏതെങ്കിലും അമ്പലത്തിൽ വെച്ച് ഒരു മിന്നു കെട്ടിത്തരാമോ? എന്തിന്? അതെനിക്കൊരു ബലമാണ് വിക്രമേട്ട. പലതരം ലക്ഷ്യങ്ങളായിട്ട് കല്യാണം എന്ന പേരിൽ ആളുകൾ മുന്നിൽ നിൽക്കുമ്പോൾ അതിനെ ചങ്കൂറ്റത്തോടെ നേരിടാൻ ഉള്ള ബലത്തിന് വേണ്ടി എന്ന് രാധ പറയുമ്പോൾ, അനാവശ്യം കാണിക്കുന്ന ആണുങ്ങൾക്ക് മുമ്പിൽ ചങ്കൂറ്റത്തോടെ പോയി നിൽക്കാൻ, അവരോട് 4 എണ്ണം പറയാൻ, വേണമെങ്കിൽ മുഖടച്ച് ഒന്ന് കൊടുക്കാൻ ആരോ കെട്ടിയ താലിയുടെ ബലം വേണമെന്ന് പറയുന്ന നിന്റെ തോന്നലാണ് ആദ്യം മാറ്റേണ്ടത്. അല്ലെങ്കിലും പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെയാ. ഇങ്ങനെ ഒരു കാര്യം വന്നെന്നറിഞ്ഞാൽ ആകപ്പാടെ ഒരു ടെൻഷനാണ് അവർക്ക്. ഞാൻ എൻ്റെ സേഫ്റ്റിക്കും എൻ്റെ മനസമാധാനത്തിനും വേണ്ടിയിട്ടാ വിക്രമേട്ടനോട് എൻ്റെ കഴുത്തിൽ മിന്നു കെട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. എന്നാ പിന്നെ നിനക്കെടുത്ത് കഴുത്തിൽ കെട്ടിക്കൂടെ എന്ന് ചോദിക്കാട്ടോ വിക്രം. അതിന് വിക്രമേട്ടൻ താലിക്കും ചരടിനും വലിയ വിലയൊന്നും കൊടുക്കുന്നില്ലല്ലോ എന്ന് രാധ പറയുമ്പോൾ, വിക്രം വേദയുടെ കഴുത്തിൽ കെട്ടിയ ആ താലിയെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കാട്ടോ, അന്ന് നടന്ന സംഭവത്തെ കുറിച്ച്. എന്നിട്ട് ചിരിക്കുന്നുണ്ട്. എന്താ വിക്രമേട്ട ഒരു ചിരി? ഒരിക്കൽ കഴിഞ്ഞ അബദ്ധം എന്നെ വീണ്ടും വീണ്ടും ആടി വിളിക്കുന്നുണ്ടല്ലോ എന്നോർത്ത് ചിരിച്ചതാടി പെണ്ണെ. രാധേ, നിന്റെ ഇഷ്ടം നീ തന്നെ കെട്ടിപ്പൊക്കിയതാണ്. അതിലെനിക്കൊരു പങ്കുമില്ല. ഞാനൊരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ നിന്നെ അങ്ങനെ കണ്ടിട്ടില്ല. ഇനിയും നിനക്ക് എന്തെങ്കിലും ആപത്ത് വന്നാൽ ഞാനുണ്ടാവും നിന്റെ കൂടെ. പണ്ട് മുതൽക്കേ നീ കാണുന്ന വിക്രമായിട്ട് എന്ന് പറയുമ്പോൾ രാധ ചോദിക്കുന്നുണ്ട്, വിക്രമേട്ട, ഒന്ന് ഞാൻ ചോദിച്ചോട്ടെ? നമ്മൾ തമ്മിലുള്ള റിലേഷൻ എന്ത് പേരിട്ടാ വിളിക്കേണ്ടത്? ലവർ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. എങ്കിൽ ഫ്രണ്ട് ആണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. അതിനിടയിലുള്ള ബെസ്റ്റി ആണോ എന്ന് ചോദിച്ചാൽ എന്നിങ്ങനെ രാധ ചോദിക്കുമ്പോൾ വിക്രം പറയാണ്, ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ വേണ്ടിയിട്ട് മനുഷ്യന്മാർക്കാവില്ല രാധേ. അപ്പൊ രാധയ്ക്ക് വളരെ വിഷമമാണ്. അപ്പോൾ രാധ കരയുന്നൊക്കെ ഉണ്ട്. ഇത് കാണുമ്പോൾ നമ്മുടെ വിക്രം പറയുന്നുണ്ട്, എന്തായാലും നീ എന്റെ ലവർ അല്ല എന്ന് നിനക്ക് ബോധ്യപ്പെട്ടല്ലോ. ഇനി ഞാൻ പോട്ടെ. എനിക്ക് ആ പഴയ കളിക്കൂട്ടുകാരിയായിട്ട് നിന്നെ എല്ലായ്പ്പോഴും കാണാൻ പറ്റുള്ളൂ എന്ന് തീർത്ത് പറഞ്ഞ് വിക്രം അങ്ങ് പോവാണേ.